ചാപ്റ്റർ ആയ ആസിഡ്സ് ആൻഡ് ബേസസ് എന്ന ചാപ്റ്ററിലെ കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ എല്ലാ മക്കളും വേഗത്തിൽ തന്നെ ക്ലാസ്സിന്റെ ലിങ്ക് നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ. ഓക്കെ, നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാലോ. ഷോ ഫ്ലവർ, ടേമറിക്, ബീറ്റ്റൂട്ട്, മിഥൈൽ ഓറഞ്ച്, ഫിനോഫ്തലിൻ. ചെമ്പരത്തി, മഞ്ഞൾ, ബീറ്റ്റൂട്ട്, മിഥൈൽ ഓറഞ്ച്, ഫിനോഫ്തലിൻ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാലോ അല്ലേ. ക്ലാസിഫൈ ദ ഗിവൺ തിങ്സ് യൂസിങ് ദി ക്രൈറ്റീരിയ. തന്നിരിക്കുന്ന വസ്തുക്കളെ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ച് തരംതിരിക്കുക. അതാണ് നമ്മുടെ ആദ്യത്തെ ചോദ്യം. ഓക്കെ, അപ്പോൾ ഈ തന്നിരിക്കുന്നതൊക്കെ എന്താണ്? അതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ആണ്, അതായത് സൂചകങ്ങളാണ്. നമ്മൾ ഓൾറെഡി ആസിഡ്സ് ആൻഡ് ബേസസ് എന്ന ചാപ്റ്ററിൽ സൂചകങ്ങളെ കുറിച്ചിട്ട്, അതായത് ഇൻഡിക്കേറ്റേഴ്സിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. അപ്പോൾ ഇൻഡിക്കേറ്റേഴ്സിനെ, അതായത് സൂചകങ്ങളെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടല്ലോ. ഏതൊക്കെയായിരുന്നു അത്? നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സും പിന്നെ എന്താണ് സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സും. അപ്പോൾ ഈ തന്നിരിക്കുന്നതില് നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, അതേപോലെ തന്നെ സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സും ഉണ്ട് അല്ലെ. പ്രകൃതിദത്ത സൂചകങ്ങളും ഉണ്ട്, അതേപോലെ തന്നെ മനുഷ്യനിർമ്മിത സൂചകങ്ങളും ഉണ്ട്. അപ്പോൾ അതാണ് നമ്മൾ ഇവിടെ ക്ലാസിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നാമത്തെ നോക്കി നിങ്ങൾ. യെസ്, ചെമ്പരത്തി, ഷോ ഫ്ലവർ, അതെന്താണ്? യെസ്, അത് ഒരു നാച്ചുറൽ അല്ലെ, നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ് അല്ലെ. അതൊരു നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ആണ്, പ്രകൃതിദത്ത സൂചകമാണ്. ഇനി അടുത്ത് നോക്കുക, ടേമറിക്, മഞ്ഞൾ അല്ലെ. മഞ്ഞളും എന്ത് തന്നെയാണ്? ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്റർ ആണ്. ഇനി അടുത്ത് എന്താണ്? ബീറ്റ്റൂട്ട്. ബീറ്റ്റൂട്ടും എന്ത് തന്നെയാണ്? ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്ററിന് ഉദാഹരണമാണ്. ഓക്കെ, ഇനി ബാക്കി രണ്ടെണ്ണം നോക്കി നിങ്ങൾ. മിഥൈൽ ഓറഞ്ച് ആൻഡ് ഫിനോഫ്തലിൻ. ഈ രണ്ട് സൂചകങ്ങളും എന്താണ് മക്കളെ? മാൻമെയ്ഡ് ആണ് അല്ലെ, സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സ് ആണ്, അതായത് മനുഷ്യനിർമ്മിത സൂചകങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ക്ലാസിഫൈ ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതാ മിസ് ഇവിടെ ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കി എൻ്റെ മക്കള്. നാച്ചുറൽ ഇൻഡിക്കേറ്റർ, അതായത് പ്രകൃതിദത്ത സൂചകങ്ങൾ. ഓക്കെ, ഇതാ മലയാളത്തിൽ എഴുതാം. പ്രകൃതിദത്ത സൂചകങ്ങൾ, പ്രകൃതിദത്ത സൂചകങ്ങൾ. ഓക്കെ, ഇനി എന്താണ് സിന്തറ്റിക് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ? മനുഷ്യനിർമ്മിത സൂചകങ്ങൾ. മനുഷ്യനിർമ്മിത സൂചകങ്ങൾ. ഓക്കെ, അപ്പോൾ നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാണ്? നോക്കുക, ചെമ്പരത്തി, മഞ്ഞൾ, ബീറ്റ്റൂട്ട്, ഇതൊക്കെ നാച്ചുറൽ ഇൻഡിക്കേറ്ററിന് ഉദാഹരണമാണ്. ഇനി ഇവിടെ നോക്കിയേ. യെസ്, മിഥൈൽ ഓറഞ്ചും ഫിനോഫ്തലിനും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഇതാ അടുത്ത ചോദ്യം എന്താണെന്ന് നോക്കാലോ. If vinegar falls on a marble floor, it is good to clean it immediately with the soap water. What is the reason for this? ഓക്കെ, എന്താ ചോദിച്ചത്? മാർബിൾ തറയിൽ വിനാഗിരി വീണാൽ ഉടൻ തന്നെ സോപ്പ് വെള്ളം ഉപയോഗിച്ച് കഴുകുന്നത് നല്ലതാണ്. കാരണം എന്ത്? ഓക്കെ, അവിടെ എന്ത് തരം റിയാക്ഷനാണ്, പ്രവർത്തനമാണ് മക്കളെ നടക്കുന്നത്? ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ അല്ലേ. നിർവിരീകരണം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതല്ലേ. യെസ്, ആ ഒരു റിയാക്ഷൻ ആണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നോക്കി, ഇവിടെ മാർബിൾ തറ അല്ലെ. മാർബിളിന്റെ തറ എന്ന് പറഞ്ഞാൽ എന്താണത്? അത് കാൽഷ്യം കാർബണേറ്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഓക്കെ, അതിലേക്ക് എന്താണ് വീഴുന്നത്? വിനാഗിരിയാണ്. വിനാഗിരിയിൽ എന്തടങ്ങിയിട്ടുണ്ട്? ആസിഡ് അടങ്ങിയിട്ടുണ്ട് അല്ലെ. എന്ത് ആസിഡ് അടങ്ങിയത്? അസറ്റിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ആസിഡ് അടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ മാർബിളിന്റെ തറയിൽ, അതായത് കാൽഷ്യം കാർബണേറ്റ് കൊണ്ടാണ് മാർബിൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിന്റെ മേൽ എന്താണ് വീഴുന്നത്? ഒരു ആസിഡ് ആണ് വീഴുന്നത്. അപ്പോൾ അവിടെ എന്തായാലും ഒരു രാസപ്രവർത്തനം നടക്കും. ഓക്കെ, അപ്പോൾ ആ ടൈമില് അങ്ങനെ വീണ് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ മാർബിളിന്റെ കളറൊക്കെ മങ്ങും കേട്ടോ, അതിന് ഡാമേജ് സംഭവിക്കും. അപ്പോൾ അത് തടയാൻ വേണ്ടി വീണ ഉടൻ തന്നെ നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്താൽ മതി? സോപ്പ് വെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് കഴുകിയാൽ മതി. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? അവിടെ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ ആണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ആസിഡിന്റെ പ്രവർത്തനത്തിന് എന്താ ചെയ്യുന്നത്? നിർവീര്യമാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ബേസ് അല്ലേ യൂസ് ചെയ്യും. ഈ സോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ബേസ് അല്ലേ. ഓക്കെ, അപ്പോൾ ആസിഡിന്റെ അവിടെയുള്ള പ്രവർത്തനത്തിനെ ഈ ബേസ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? നിർവീര്യമാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് നമ്മൾ എഴുതി കൊടുക്കേണ്ടത്. നോക്കി, ഡീറ്റെയിൽഡ് ആയിട്ട് മിസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. When vinegar falls on a marble floor, it's important to clean it immediately with soap water because vinegar is acidic. അല്ലെ, വിനാഗിരി എന്ന് പറഞ്ഞാൽ എന്താണ്? വിനെഗർ എന്ന് പറഞ്ഞാൽ അതൊരു അസിഡിക് ആയിട്ടുള്ള ആളാണ്. മാർബിൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്. നോക്കണേ, മാർബിൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്?
കാൽഷ്യം കാർബണേറ്റ് കൊണ്ടാണ്. ഓക്കെ, വിച്ച് റിയാക്ട് വിത്ത് ആസിഡ്, അത് എന്തുമായിട്ട് പ്രവർത്തിക്കും? ഈ വിനാഗിരിയിൽ അടങ്ങിയിട്ടുള്ള ആസിഡുമായിട്ട് പ്രവർത്തിക്കുന്നു. ഓക്കെ, the acid in vinegar can react with the calcium carbonate in the marble, causing the marble surface to become damaged, itched or discolored over time. Cleaning it immediately with soap water helps neutralize the acid and prevent any long-term damage to the marble floor. ഓക്കെ, അപ്പോൾ എന്താണ്? യെസ്, അതിന്റെ മലയാളവും കൊടുത്തിട്ടുണ്ട്. നോക്കിയത്, മാർബിൾ തറയിൽ വിനാഗിരി വീണാൽ അത് സോപ്പ് വെള്ളം ഉപയോഗിച്ച് ഉടൻ വൃത്തിയാക്കേണ്ടത് പ്രധാനമാണ്. കാരണം വിനാഗിരിയിൽ ആസിഡ് അടങ്ങിയിട്ടുണ്ട് അല്ലെ. എന്ത് ആസിഡ് ആണെന്ന് മിസ് ഓൾറെഡി പറഞ്ഞതാണ് അല്ലെ. എന്ത് ആസിഡ് ആണ്? അസറ്റിക് ആസിഡ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാട്ടോ. ഓക്കെ, മാർബിൾ കാൽസ്യം കാർബണേറ്റ് കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. വിനാഗിരിയിലെ ആസിഡിന് മാർബിളിലെ കാൽസ്യം കാർബണേറ്റുമായിട്ട് പ്രവർത്തിക്കാൻ കഴിയും. ഇത് കാലക്രമേണ മാർബിളിലെ ഉപരിതലത്തിന് കേടുപാടുകൾ വരുത്തുകയോ നിറം മാറുകയോ ചെയ്യും. സോപ്പ് വെള്ളം ഉപയോഗിച്ച് ഉടൻ വൃത്തിയാക്കുന്നത് ആസിഡിനെ നിർവീര്യമാക്കാനും മാർബിൾ തറയ്ക്ക് ദീർഘകാല നാശനഷ്ടങ്ങൾ തടയുവാനും സഹായിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ അതിന് ആൻസർ ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ മക്കളെ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അല്ലെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാലോ. ഒബ്സർവ് ദ ലിസ്റ്റ് ഓഫ് സബ്സ്റ്റൻസസ് ദാറ്റ് ആർ കളക്ടഡ് ഇൻ ദി സയൻസ് കോഡ് അല്ലെ. അപ്പൊ എന്തൊക്കെ സബ്സ്റ്റൻസ് ആണ്? വിനെഗർ, സോഡിയം ക്ലോറൈഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ് ആൻഡ് എന്താണ്? കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, ഇനി ആദ്യത്തെ ചോദ്യം നോക്കിയ, which alkali in this list is used to make soap? ഓക്കെ, സോപ്പ് ഉണ്ടാക്കാൻ ഇതില് ഏത് ആൽക്കലിയാണ്, ഏത് ബേസ് ആണ് യൂസ് ചെയ്യുന്നത്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് അതിന്റെ മലയാളത്തിലും മിസ് കൊടുത്തിട്ടുണ്ട്. വിനാഗിരി ഉണ്ട്, സോഡിയം ക്ലോറൈഡ് ഉണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, കാൽസ്യം ഹൈഡ്രോക്സൈഡ്. ഏതാണ് കറക്റ്റ് ആൻസർ? നമ്മൾ ഒന്നാമത്തെ എയുടെ കറക്റ്റ് ആൻസർ എന്താണ് മക്കളെ? സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലേ. എന്താണ്? സോഡിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, ഇതാ ഇവിടെ നമുക്ക് എഴുതി കൊടുക്കാലോ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന്. സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെ, സോഡിയം ഹൈഡ്രോക്സൈഡ്. ഓക്കെ, ഇനി അടുത്തത്, why are sodium silicate and stone powder added while making soap? അപ്പൊ സോപ്പ് ഉണ്ടാക്കുന്ന സമയത്ത് എന്തിനാണ് സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും നമ്മൾ ആഡ് ചെയ്യുന്നത്? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. എന്തുകൊണ്ടാണ്? യെസ്, അതിന്റെ മലയാളം ഒന്ന് വായിച്ചോ. സോപ്പ് ഉണ്ടാക്കുമ്പോൾ സോഡിയം സിലിക്കേറ്റും സ്റ്റോൺ പൗഡറും ചേർക്കുന്നത് എന്തുകൊണ്ടാണ്? എന്തിനാണ് സ്റ്റോൺ പൗഡറും പിന്നെ എന്താണ് സോഡിയം സിലിക്കേറ്റും നമ്മൾ യൂസ് ചെയ്യുന്നത്? കാരണം ആ സോപ്പിന്റെ ക്വാണ്ടിറ്റി ഒക്കെ കൂടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ക്വാണ്ടിറ്റിയും പിന്നെ എന്താണ് അതിന്റെ കാഠിന്യമൊക്കെ കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാലോ നമുക്ക്. During the manufacturing of soap, the stone powder and sodium silicate are added for increasing the hardness and quantity of soap. വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്താ പറയുന്നത്? സോപ്പ് നിർമ്മാണ സമയത്ത് സോപ്പിന്റെ കാഠിന്യവും അളവും വർദ്ധിപ്പിക്കുന്നതിനായി സ്റ്റോൺ പൗഡറും സോഡിയം സിലിക്കേറ്റും ചേർക്കുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ ഇതൊക്കെ തന്നെ നിങ്ങളുടെ ആനുവൽ എക്സാമിന് തീർച്ചയായും ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കായി ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത മക്കൾ വേഗത്തിൽ തന്നെ ഓടിപ്പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. ഓക്കെ, ബൈ ബൈ.